എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥമാ അധ്യായം 47 ശ്ലോകം 19, 20, 21, 22. അതിമനോഹരമായിട്ടുള്ള ഭ്രമരഗീതം ഇതാ തുടരുന്നു. ആ ഒരു ഗോപി വണ്ടിനോടെന്ന പോലെ ഉദ്ധവൻ കേൾക്കെ അങ്ങനെ പറയുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. വയമൃതമിവ ജിംഹവ്യാകൃതം ശ്രദ്ധധാനാ കുലികുരുതമിവാജ്ഞാ കൃഷ്ണവദ്ധോ ഹരിണ്യ ദദൃശുരസകൃതേ തന്നഖസ്പർശ തീവ്രസ്മരരുജൗപമന്ത്രിൻ ഭണ്യതാ അന്യവാർത്ത. അല്ലയോ അമ്മേ, കൃഷ്ണ സന്ദേശം ആദ്യം കേൾക്കുക, പിന്നെ സന്തോഷിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുക എന്നാണ് നീ പറയണതെങ്കിൽ നീ കൃഷ്ണന്റെ കഥ മാത്രം എന്നോട് പറയണ്ട വണ്ടേ. മറ്റേത് കഥ വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. എന്തുകൊണ്ടാ ഈ കൃഷ്ണ സന്ദേശം കേൾക്കില്ല എന്ന് പറയണത് എന്ന് നീ വിചാരിക്കണ്ടാവൂല്ലേ? അതെന്താന്നറിയോ? കൃഷ്ണപത്നികളായ ഞങ്ങളെ കൃഷ്ണസാര മൃഗത്തിന്റെ ഭാര്യമാരായ ആ മാൻപേടകളെ പോലെ അറിവില്ലാത്തവരായി ഭവിച്ചതുകൊണ്ട് അവരുടെ അവസ്ഥ തന്നെ ഞങ്ങൾക്കും സിദ്ധിച്ചു. വേടൻ മാൻപേടകളെ പിടിക്കാൻ വല വളച്ച ശേഷം അതിന്റെ പിൻഭാഗത്തിൽ ഒരു മട കുഴിച്ച് അതിലിരുന്ന് മനോഹരമായിട്ട് ഇങ്ങനെ പാടും. മാൻപേടകള് ഈ പാട്ട് കേട്ട് മോഹിച്ചങ്ങോട്ട് ഓടും. അപ്പൊ എന്താ, വലയിൽ വീഴും. അല്ലെങ്കിൽ അടുത്തങ്ങോട്ട് എത്തുമ്പോ ആ വേടൻ വ്യാധൻ അമ്പെയ്ത് അവയെ വധിക്കും. മോഹിപ്പിച്ചു കൊല്ലാൻ വേണ്ടി വ്യാധൻ പാടിയത് യഥാർത്ഥ ഗാനാണെന്ന് ധരിച്ച മാൻപേടകളെ പോലെ ഞങ്ങളും ആ ശ്രീകൃഷ്ണൻ പറഞ്ഞ കപടവാക്കുകളെല്ലാം വാക്കുകളാണെന്ന് വിശ്വസിച്ചു. ഇപ്പൊ എന്താ ഈ ഫലം? സഹിക്കാൻ കഴിയാത്ത മന്മഥവേദന അനുഭവിച്ചിരിക്കാറായി. കൃഷ്ണകഥ പറയാൻ പുറപ്പെട്ടാൽ ഞങ്ങളുടെ മനസ്സിൽ മന്മഥതാപം ഏറി ഏറി വരും. അതുകൊണ്ട് ഹേ ദൂത, ആ കഥ ഇനി പറയണ്ട. മറ്റു വല്ല കഥയുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രിയ സഖ പുനരാഗ പ്രേയസാ പ്രേക്ഷിത കിം വരയകിമനുരുന്ധേ മാനിനേയോസിമേംഗ നയസി കഥമിഹാസ്മാൻ ദുസ്ത്യജസ്ദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യ ശ്രീർവധൂ സാഗമാസ്തേ. കുറേ ദൂരം ആ വണ്ട് ഇങ്ങനെ കുറേ ദൂരം പറന്നുപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആ വണ്ട് പിന്നെയും ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോ ആ സഖി എന്താ പറയണെന്നറിയോ? കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് ആദ്യം മടങ്ങി വന്നിരിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തില്, അങ്ങനെയുള്ള ഒരു ഭാവനയില് വണ്ടിനോട് പിന്നെയും പറയാം, നീ തിരിച്ചു വന്നോ ഹേ പ്രിയ ബന്ധോ? ഞങ്ങളുടെ പരമപ്രേമത്തിന് ആസ്പദമായിരിക്കുന്ന ഭഗവാൻ ശ്രീപതി നിന്നെ രണ്ടാമത് അയച്ചിരിക്കുക അല്ലേ? നീ രണ്ടാമതും വന്നു. അപ്പോഴേക്ക് ഒരു സ്നേഹം പോലെ ഹേ പൂജ്യ എന്നായി പിന്നെ വിളി. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ മാനിക്കണം. നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞോളൂ, ഞങ്ങള് അനുസരിച്ചോളാം. ഹേ സാധുശീല, ഇവിടെ നിന്ന് ഞങ്ങളെ കൃഷ്ണ സമീപത്തേക്ക് കൊണ്ടുപോകാനാണോ നീ ആഗ്രഹിക്കണത്? അതിനാണോ പിന്നെയും വന്നത്? അങ്ങനെയാണെങ്കിൽ അത് വല്ലാത്ത കഷ്ടാവൂട്ടോ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. സപത്നി ദുഃഖം സ്ത്രീകൾക്ക് സഹിക്കാൻ വയ്യാത്തതല്ലേ? ശ്രീകൃഷ്ണന്റെ മാറി നിന്ന് അങ്ങും ഇങ്ങും ഒന്നും പോവാതെ ശ്രീദേവി എപ്പോഴും ആ മാറത്തല്ലേ ഇരിക്കണത്? ഭഗവാന്റെ മാറി നിന്ന് ആ ലക്ഷ്മി ദേവി മാറാതെ ഇരിക്കല്ലേ? അപ്പൊ ആ പുരുഷോത്തമന്റെ സന്നിധാനത്തില് നീ ഞങ്ങളെ കൊണ്ടുപോയാൽ എങ്ങനെയാ അത് ശരിയാവോ? അത് ശരിയാവില്ല കേട്ടോ. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അവിടെ ആ ശ്രീദേവി ആ മാറത്തിരിക്കണു, പിന്നെ ഞങ്ങൾ എന്തിനാ അവിടെ പോയി നിൽക്കണത്? അത് ഞങ്ങൾക്ക് ദുഃഖപ്രദല്ലേ ചോദിക്കാം. അപിബത മധുപുര്യാം ആര്യപുത്രോധുനാസ്തേ സ്മരതി സ പിതൃഗേകാൻ സൗമ്യ ബന്ധൂശ്ച ഗോപാൻ ക്വചിതപി സഗധാന കിങ്കരീണാ ഗൃണീതേ
ഭുജമകരു സുഗന്ധം മൂർധ്യദാസ്യൽ കഥാന്നു. കഷ്ടം, ഞാൻ ഇത്ര നേരം എന്തൊക്കെയോ പറഞ്ഞുല്ലോ, പിന്നെ പറയാം ചോദിക്കേണ്ട ഒന്നും ഞാൻ ചോദിച്ചില്ല എന്നുള്ള ആ വ്യസനത്തോടു കൂടി പരമാർത്ഥ വിചാരത്തോടും ഗാംഭീര്യത്തോടും ദൈന്യത്തോടും ഉത്കണ്ഠയോടും ബാഷ്പധാരയോടും കൂടി ഉദ്ധവന്റെ പേരിലുള്ള ബഹുമാനത്തെ മുഴുവനും ആ വണ്ടിന്റെ നേരെ കാട്ടിക്കൊണ്ട് അവസാനം ചോദിക്കുകയാണ് ആ ഗോപി, ഹേ സൗമ്യ, നിന്നെ കണ്ടതുകൊണ്ട് വളരെ സന്തോഷമായി. ഞങ്ങളുടെ ആര്യപുത്രൻ ഇപ്പോൾ മധുരയിൽ തന്നെയുണ്ടോ? ഞങ്ങളുടെ പ്രാണനാഥൻ എന്നാണ് എൻ്റെ ആ പ്രാണനാഥനല്ലേ അവർക്ക്. ആ പ്രാണനാഥൻ എന്ന പദം ആര്യപുത്രൻ, ആര്യനായ നന്ദഗോപന്റെ പുത്രനായതുകൊണ്ട് ആര്യപുത്രൻ. അത് ഞങ്ങളുടെ ആ പ്രാണനാഥൻ ഉപനയനം കഴിഞ്ഞ ശേഷം ഗുരുകുലവാസം അംഗീകരിച്ചതായിട്ട് കേട്ടു. മടങ്ങി മധുരാപുരിക്ക് വന്നു. ഞങ്ങളെ അന്വേഷിക്കുന്നില്ലെങ്കിലും ഞങ്ങള് വർത്തമാനമൊക്കെ അറിയാറുണ്ട്. ബാല്യകാലത്തിലെ ബഹുവിധ ലീലകൾ ഏതു ദിക്കിലിരുന്ന് നടത്തിയോ ആ അമ്മ അച്ഛന്മാരെയും അവരുടെ ഭവനങ്ങളെയും സാധുക്കളായ ഗോപന്മാരെയും ബന്ധുവർഗങ്ങളെയും ഒക്കെ ഓർക്കാറുണ്ട്. ഞങ്ങളുടെ പ്രാണനാഥനായ അദ്ദേഹത്തിന്റെ ദാസികളായ ഞങ്ങളുടെ നല്ല വർത്തമാനങ്ങളും എപ്പോഴെങ്കിലും അദ്ദേഹം ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അത് പാവം ദാസികളാണെന്നാണ് പറയണത്. അവരുടെ ആ ദൈന്യത അല്ലെ. അകരുവിനേക്കാൾ അതിസുഗന്ധിയായ അദ്ദേഹത്തിന്റെ കയ്യ് ഞങ്ങളുടെ ശിരസിൽ എപ്പോൾ ഇനി അർപ്പിക്കും എന്ന് വല്ല വിവരമുണ്ടോ ചോദിക്കുകയാണ് ദീനയായിട്ട് ആ ഗോപി. അങ്ങോട്ട് കേട്ടപ്പോ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്, അഥോത്ഥവോ നിശമ്മേവം കൃഷ്ണദർശനലാലസാഹ സാന്ത്വയൻ പ്രിയ സന്ദേശേ ഗോപീരിതം അഭാഷതം. ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയണു, ഇതുവരെ ഒരു കാലത്തും കണ്ടറിഞ്ഞിട്ടില്ലാത്ത ആ പ്രേമ ഭക്തിരസാമൃതം ഗോപീമുഖ കമലത്തിൽ നിന്നിങ്ങനെ ഒഴുകണത് അതിശ്രദ്ധയോടും ആശ്ചര്യത്തോടും അത്യാനന്ദത്തോടും കൂടി ഉദ്ധവൻ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കണ്ണടച്ച് കണ്ണിൽ നിന്നിങ്ങനെ അശ്രുക്കൾ ഒഴുകണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഗോപിയുടെ ആ ചോദ്യങ്ങൾ കേട്ടപ്പോ തനിക്ക് പറയാനുള്ള അവസരം പ്രദാനം ചെയ്യുന്ന അവസാനത്തെ ചോദ്യങ്ങൾ കേട്ടപ്പോ ശ്രീകൃഷ്ണനെ കാണാൻ അത്യന്തം ആഗ്രഹിച്ചിരിക്കുന്ന ഈ ഗോപികളെ അവരുടെ പ്രിയൻ പറഞ്ഞയച്ച വാക്കുകൾ കേൾപ്പിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് ഉദ്ധവൻ മറുപടി പറയുന്നു. ബാക്കിയുള്ള ആ ശ്ലോകങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.